ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിമി. എനിക്ക് 28 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനാണ് കക്ഷി. എനിക്കാണെങ്കിൽ ആദ്യം കണ്ടപ്പോൾ അത്ര വലിയ താല്പര്യം തോന്നിയില്ല. കാര്യം, ഗൗരവമുള്ള ഒരു സംസാരമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ലാളിച്ച് വഷളാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കാണാൻ കൊള്ളാം, പക്ഷേ ഒരു അനങ്ങാമടിയാണെന്ന് അന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞു, വീട്ടിലെ മൂത്ത മോനാണ്, ഒത്തിരി കാലം അവർ കാത്തിരുന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് ഇത്തിരി ആളനകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല, കാണാനൊക്കെ കൊള്ളാമല്ലോ, പിന്നെ കോടിക്കണക്കിന് രൂപ സ്വത്തുള്ളവരാണ്. അതുകൊണ്ട് നീ വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം സെറ്റാണ്. ഇപ്പോഴത്തെ കാലത്ത് വലിയ വലിയ ഫീച്ചേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാശുണ്ടോ, ചെക്കന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലയോ, അത് നോക്കിയാൽ മതി. ഇപ്പോൾ അവൻ മടിയനായ നിനക്കെന്താ? അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാശുണ്ട്, മറ്റു കാര്യങ്ങൾക്കൊന്നും അവൻ മടിയില്ലാത്തവനാണെന്നൂടി അമ്മ കൂട്ടിച്ചേർത്തു. അപ്പോൾ പിന്നെ എന്ത് പറയാനാണ്? വീട്ടുകാരെ ധിക്കരിക്കാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ്റെ കൂടെ പണ്ട് ഗൾഫിൽ വർഷങ്ങളോളം ജോലി ചെയ്ത സുഹൃത്തിൻ്റെ മകനാണ്. അന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നത്രേ. പിന്നെ പറഞ്ഞു വെച്ചിരിക്കാൻ പറ്റിയൊരു കാര്യം, എന്തായാലും ഈ കല്യാണം നടക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ പഠിത്തം കഴിഞ്ഞ് 2 വർഷം ഞാൻ വർക്ക് ചെയ്യും. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വർക്കൊന്നും ചെയ്യാനൊരു വിടില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് 2 വർഷത്തെ വർക്ക് കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ കല്യാണം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഒത്തിരി സമരം ചെയ്തിട്ട് എൻ്റെ അച്ഛൻ ആ തീരുമാനം അംഗീകരിച്ചു. ഒരു മോതിരമാറ്റം നടത്തി. കല്യാണം പിന്നീട്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാവി ഭർത്താവുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. ഒരു തണുപ്പിൻ മട്ടിലാണ് സംസാരം. ഫുഡ്, ആഡംബരം, കാറുകൾ, ഇവയെ പറ്റിയിട്ടൊക്കെയാണ് സംസാരം. എനിക്കാണെങ്കിൽ ഈ സബ്ജക്റ്റിലൊന്നും താല്പര്യമില്ല. അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട്, 2 വയസ്സിന് ഇളയതാണ്. അവനെ കാണാൻ സൂപ്പറാണ്. ദൈവമേ, ഞാനോർക്കും, ഇത്രയും സൗന്ദര്യമുള്ളവന് സിനിമയിൽ വലിയ അഭിനയിക്കാൻ പോകരുതോ? ആ നാട്ടിൽ മുഴുവനും അവൻ ശ്രദ്ധാകേന്ദ്രമാണ്. എൻ്റെ ഭർത്താവിനെ പോലെയൊന്നുമല്ല. ആ ചെക്കൻ എനിക്ക് ആലോചിച്ചായിരുന്നെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ എൻ്റെ പ്രായമൊന്നുമല്ല, എന്നെക്കാട്ടിലും 2-3 വയസ്സ് മൂത്താണ്. അപ്പോൾ അവൻ മതിയായിരുന്നു എൻ്റെ ഭർത്താവായിട്ടെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ആ ചെക്കൻ എന്നെ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുമോ? അതുമില്ല. പക്ഷേ അവനൊരു അസാധ്യ പുരുഷനാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ, വിധിച്ചതല്ലേ നടക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് അമ്മായിയമ്മ എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, മോളെ, ഒരു പ്രശ്നമുണ്ട്. ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ്റെ കല്യാണം എങ്ങനെ നടത്തുക? നീ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്, അയയണം. 2 വർഷം എന്നുള്ളതൊക്കെ നീ 1 വർഷം മറ്റോ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലമ്മേ, 2 വർഷത്തെ കരാറിലാണ് ഞാൻ ജോലിക്ക് കയറിയിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് കല്യാണം നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അനിയന് അവനിപ്പോൾ ഒരു പ്രേമമുണ്ട്, അവരുടെ വീട്ടുകാർ നിർബന്ധിക്കുകയാണ്, ആ കല്യാണം മിക്കവാറും ആദ്യം നടത്തേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല. എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനുമില്ല. കല്യാണം വേണ്ടവർ ആദ്യം കഴിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രശ്നത്തിന് വിരാമമിട്ടു. അങ്ങനെ അവരുടെ കല്യാണമാണ് ആദ്യം നടന്നത്. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം നടന്നത്. അങ്ങനെ ആ വീട്ടിലേക്ക് ഞാൻ ചെന്ന് കയറി. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഞാൻ നേരത്തെ ഊഹിച്ചതാണ്. രാവിലെ എഴുന്നേൽക്കുക, നല്ലതുപോലെ കഴിക്കുക, പിന്നെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി വെറുതെ ഇരിക്കുക, വട്ടം കറങ്ങുക, തിരിച്ചു വരിക. ഇഷ്ടംപോലെ കാശുണ്ട്, ആ കാശും കൊണ്ട് സിനിമ കാണാൻ പോവുക, ഷോപ്പിങ്ങിന് പോവുക. അങ്ങനെ ഒരു ജീവിതമാണ്. എന്നെ ഒരു ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ല. എപ്പോഴും കൂടെ വേണം. പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യണമെന്ന് അമ്മായിമ്മ പറഞ്ഞു. അതങ്ങ് ഭർത്താവിനും നന്നായി പിടിച്ചു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഓരോ കാര്യത്തിനും. പിന്നെ തിന്ന് ചേർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു എക്സസൈസ് ഇല്ല, നടക്കാൻ പോകില്ല. മുഖസൗന്ദര്യം മാത്രം പോരല്ലോ മാഡം, മറ്റു പല സൗന്ദര്യങ്ങളും ജീവിതത്തിൽ വേണ്ടേ? അതില്ല. 5 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം തീരും. ഇങ്ങനെ 6-7 മാസം ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എക്സസൈസ് ചെയ്യണം, കൂടുതൽ സമയം നടക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മെച്ചപ്പെടൂന്ന്. അത് കേട്ടപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കി. അപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടമില്ല, ഇത് കല്യാണത്തിന് മുമ്പ് പറയണമെന്ന്. ഞാനിപ്പോൾ സ്നേഹത്തോടുകൂടി പറഞ്ഞു, ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇത്ര നാൾ നിങ്ങളെ വെയിറ്റ് ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് കേൾക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ. നല്ലൊരു മുഖസൗന്ദര്യം മാത്രം പോരാ, ശരീര സൗന്ദര്യം വേണം. അനിനെ നോക്ക്, അവൻ എത്ര ഫിറ്റായിട്ടായിരിക്കുന്നത്. നിങ്ങളുടെ അനിയനാണെന്ന് പറയുമോ? അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകുമാരനെ പോലെയില്ലേ?
എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഭർത്താവിനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ ചിട്ടയായി ജീവിക്കുന്ന പോലൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ നിങ്ങൾ ജീവിക്കണ്ട, കുറച്ചെങ്കിലും ചിട്ടയായി ജീവിക്കണം. 10 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ഇങ്ങനെ കിതച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും റെഡിയാകില്ല, എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു. അതൊക്കെ ദേഷ്യത്തോടുകൂടിയാണ് കേട്ടത്. എങ്കിലും സ്നേഹത്തോടുകൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും നടക്കാനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാറ്റിയെടുക്കാൻ തുടങ്ങുകയായിരുന്നു, പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ലെങ്കിലും. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്താ നിങ്ങളുടെ പ്ലാൻ, ഇങ്ങനെ നിൽക്കാനാണോ എന്ന്. എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശേഷമില്ലെന്ന് ആളുകൾ ചോദിക്കും. അതേപോലെയുള്ള കാര്യങ്ങൾ എനിക്കും വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, 2 വർഷം കഴിഞ്ഞ് മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് അഡ്ജസ്റ്റ് ചെയ്തു. ഭർത്താവ് ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞു, അങ്ങനെ 2 വർഷമൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊന്നുമേ വിചാരിച്ചിട്ടില്ല, എന്നിട്ടും ഒരു ഫലം കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ കാണാം, ഇത്രയും നാൾ ഒന്നിച്ച് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പം പറ്റില്ല, ഡോക്ടറൊന്നും കാണണ്ട, തനിയെ ശരിയാകുമെന്ന്. ഞാൻ പറഞ്ഞു, ആരോടും പറയണ്ട, വീട്ടുകാരോടും പറയണ്ട, നമുക്ക് പോയി ഒന്ന് നോക്കാം, 2 പേർക്കും കുഴപ്പമുണ്ടോയെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു വലിയ ഹോസ്പിറ്റലിലെ നേഴ്സാണ്, അവൾ ഗൈനക്കോളജി വിഭാഗത്തിലാണ്. അവളോടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ എന്തായാലും എല്ലാ ടെസ്റ്റുകളും ചെയ്തു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവാണ് ഞെട്ടിയത്. പേരിന് പോലും ഒന്നുമില്ല. ഡോക്ടർ ഒത്തിരി വഴക്ക് പറഞ്ഞു, വണ്ണം കുറയ്ക്കണം, അതുമാത്രമല്ല ഒത്തിരി കാര്യങ്ങളിൽ മെച്ചപ്പെടാനുണ്ട്, ഭക്ഷണം ശ്രദ്ധിക്കണം, ലൈഫ് സ്റ്റൈൽ മാറ്റണം എന്ന് പറഞ്ഞ് ഡോക്ടർ പഞ്ചവത്സര പദ്ധതി പോലെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതോടുകൂടി പുള്ളി ഡൗൺ ആയി. കാര്യം ഞാൻ കുറേ നാൾ മുമ്പേ ഇതൊക്കെ പറയുന്നതാണ്, അതുതന്നെയാണ് ഡോക്ടർ പറഞ്ഞത്, കുഴപ്പമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞ് എന്നെ പഴിചാരി ഭർത്താവ്. ഞാൻ പറഞ്ഞു, ഡോക്ടർ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന്. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. കുറേ വൈറ്റമിൻ ടാബ്ലറ്റ്സുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്തു. പക്ഷേ എക്സസൈസ് ചെയ്യാനും ഡയറ്റ് നോക്കാനും ഒക്കെ മടിയാണ്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇതിന് സമാന്തരമായിട്ട് അവിടെ അനിയൻ്റെ ജീവിതം നടക്കുന്നുണ്ട്. അവൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണല്ലോ. അന്യജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അവർ ഇവരെക്കാൾ വലിയ ധനികരാണ്. അതുകൊണ്ടാണ് 2 വീട്ടുകാരും പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ലാതെ കല്യാണം നടന്നത്. ആ പെൺകുട്ടി ഇവിടെ അങ്ങ് നിൽക്കില്ല, അവൾക്ക് ഇഷ്ടമല്ല. ഇതിനേക്കാൾ സൗകര്യമുള്ള വീടുകളിൽ മാത്രമേ അവൾ നിൽക്കുകയുള്ളൂ. അവർ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പലപ്പോഴും വന്നു പോകും. ഇളയ മകൻ്റെ ഭാര്യയും ഇളയ മകനും ഇവിടെ നിൽക്കാത്തത് അമ്മായിയമ്മയ്ക്ക് മാനസികമായ പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദിവസം അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇടി കൊച്ചേ, നിൻ്റെ കൂട്ടല്ല അവൾ, എന്തായാലും അവളുടെ സ്വഭാവമായിട്ടൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവൾക്ക് ജാടയും വേലയുമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും. അവനാളും കൂടെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ, ഇപ്പം താമസിക്കുന്നിടത്തോ ഇതിലും കൂടുതൽ ആഡംബരം ഉള്ളിടത്തോ അല്ലെങ്കിൽ അമേരിക്ക വേണമെങ്കിൽ പോയി താമസിക്കട്ടെ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിങ്ങൾ 2 പേരും ഇവിടെ നിന്നാൽ മതിയെന്ന്. അതെനിക്ക് വളരെ ആശ്വാസമായിരുന്നു. കാര്യം എന്നെയും എൻ്റെ ഭർത്താവിനെയും അമ്മായിമ്മ സ്നേഹിക്കുന്നുണ്ടല്ലോ. അമ്മായിമ്മയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളിക്കാരുടെ കാര്യങ്ങളിൽ ബിസിയാണ്. അമ്മായിപ്പിനും അങ്ങനെ തന്നെ. പുള്ളിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ല. പക്ഷേ മൂത്ത മകന് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് മടിയാണ്. കാര്യം ലേസിയാണെന്നറിയാം. ഇളയ മകൻ ബിസിനസ്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനോട് കാര്യവുമുണ്ട് അച്ഛന്. ഏകദേശം 1 വർഷത്തിന് മുമ്പ് അനിയൻ കെട്ടും കിടക്കയും പാണ്ടവും എല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് ഒരു ദിവസം വൈകുന്നേരം വന്ന് കയറി. അവനാണെങ്കിൽ വല്ലാതെ ക്ഷീണിതനായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ? അപ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് കയറി ഇങ്ങ് പോയി. ഞാൻ പുറകെ ചെന്ന് ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി? നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പ്രായത്തിന് എന്നേക്കാൾ മൂത്തതാണെങ്കിലും ഞാൻ എടാ മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അധികാരം സ്ഥാപിക്കണമല്ലോ. അത് മാത്രമല്ല എനിക്ക് നല്ല വാത്സല്യമുണ്ടല്ലോ അവനെ കാണുമ്പോൾ. എൻ്റെ ഉള്ള പണ്ടേ അവനെ കാണുമ്പോൾ ഒന്ന് തുള്ളിച്ചാടും. ഒരു കാമുകിയുടെ ഭാവം എനിക്കൊരിക്കലും ചമയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വെല്ലേച്ചി, വെല്ലിയമ്മ എന്നൊക്കെ പറയാമല്ലോ, അതേപോലെ വാത്സല്യത്തോടുകൂടി സംസാരിച്ചു. അവൻ കയറി മുറിയിൽ കഥ കടച്ചു. ഉടനെ തന്നെ അമ്മായിമ്മ വന്ന് ചോദിച്ചു, എന്താ, ആരാ വന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അനിയൻ്റെ വലിയ 2 പെട്ടികളും വേറെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവൻ്റെ മുറിയിൽ കയറി കഥ കടച്ചു. എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. യോ, എന്ത് പറ്റി? ഇനി പിണങ്ങിയിട്ട് വന്നതായിരിക്കുമോ? എന്തായാലും അവളെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ
മോനെ അന്വേഷിക്കുന്നതിന് പകരം മോൻ്റെ കഥയിൽ മുട്ടി വിളിക്കുന്നതിന് പകരം മരുമകളെ വിളിച്ചു. അവളാണെങ്കിൽ ഉടനെ തന്നെ അമ്മായിയോട് ഷൗട്ട് ചെയ്തു, എനിക്കറിയില്ല, നിങ്ങളുടെ മോന് സംശയമാണ്, ഞാൻ ആരോട് സംസാരിച്ചാലും അയാൾക്ക് സംശയം, അങ്ങനെ സംശയരോഗങ്ങളോട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയാണ്, അങ്ങനെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൾ കട്ട് ചെയ്തു. പരിഭ്രാന്തയായ അമ്മായിയമ്മ എല്ലാവരും വിളിച്ചു. അമ്മായിപ്പനെയൊക്കെ അവരെല്ലാം അവരുടെ വീട്ടിൽ വിളിച്ചപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ ഇനി ചേർന്ന് പോകില്ല, വിവാഹബന്ധം ഒഴിയുന്നതാണ് നല്ലതെന്ന് അവരും പറഞ്ഞു. അവർക്കും കൂടുതലൊന്നും പറയാനില്ല. രാത്രി അത്താഴത്തിന് വിളിച്ചപ്പോഴാണ് അനിയൻ മുറി തുറന്നത്. അവൻ ആകെ വിഷമത്തിലായിരുന്നു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പം, അവളെ എനിക്ക് ഇഷ്ടമല്ല, ആ കല്യാണം ഇല്ലാതിരിക്കുന്ന നല്ലത്, അവർ രണ്ടിനും കൂടെ പിരിയട്ടെ, നിന്റെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കുന്നതാകും നല്ലതെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി. അമ്മായിയമ്മയുമായിട്ട് അനിയൻ അത്രയ്ക്ക് അങ്ങോട്ട് അറ്റാച്ച്ഡ് അല്ലെന്ന് ഈ പ്രശ്നം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അവനാണെങ്കിൽ പിന്നീട് വീട്ടിൽ തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് ഡൈവോഴ്സ് മ്യൂച്വലാക്കാന്ന് പറഞ്ഞ് അവർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നെ റിലാക്സായി. ഇടയ്ക്കിടയ്ക്ക് കമ്പനി കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളൊക്കെ അവൻ നോക്കാനും പോയി. എങ്കിലും വൈകിട്ട് വരുമ്പോൾ വല്ലാതെ വിഷാദത്തിലാണ്. പണ്ടൊക്കെ അവൻ എപ്പോഴും ബിസിയായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. മുറിയിൽ തന്നെ ഇരിക്കും, വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ ഇറങ്ങി വരും, അത്രയേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, പണ്ടത്തെ പോലെ ആക്റ്റീവ് ആകണം, നീ ഇപ്പോൾ ജിമ്മിൽ എന്താ പോകാത്തത്, പോകണം, രാവിലെ പോയേ പറ്റൂ എന്ന് പറഞ്ഞു. രാവിലെ ആകുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാവിലെ ആകുമ്പോൾ ഞാൻ വിളിക്കാം, പോ, ഒരു 10 ദിവസം പോയി കഴിയുമ്പോഴേക്കും പണ്ടത്തെ ഉഷാറും സൗന്ദര്യവും ഓജസ്സും തേജസ്സും എല്ലാം വരും മോനെ തിരിച്ച് എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഉത്തേജിപ്പിച്ചു. എൻ്റെ ആവശ്യം പോലെയായിരുന്നു എനിക്കെപ്പോൾ മനസ്സിൽ തോന്നിയത്. അവൻ വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, അവൻ നന്നായിരിക്കണം, അതും എൻ്റെ ഒരു എയിമായിരുന്നു. അങ്ങനെ 2 ആഴ്ച അവനെ വിളിച്ചുണർത്തി ഞാൻ ജിമ്മിൽ വിട്ടു. പിന്നീട് അവൻ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. ഇടയ്ക്ക് അവൻ എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്ക് ഫുഡൊക്കെ വേണം പ്രത്യേകമായിട്ട്, അതൊക്കെ ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഉണ്ടാക്കിത്തരാം, അല്ലെങ്കിൽ ജോലിക്കാരോട് ആരോട് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കാം, മോൻ എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വല്യമ്മ കളിച്ചു. അമ്മയുമായിട്ട് അവനത്ര ഇഷ്ടമല്ല. കാര്യം അവൻ്റെ ഭാര്യയോട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് തന്നെ അവർ മാനസികമായി അകന്നിരുന്നു. ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിയുമ്പോഴേക്കും അമ്മായിച്ച് പറഞ്ഞു, മോളെ ഇവൻ്റെ കാര്യങ്ങൾ ഇനി നീ കുറച്ച് നാൾ ശ്രദ്ധിച്ചാൽ മതി, ഇവൻ്റെ അമ്മ അവൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ശരിയാകില്ല, മോള് ഒരു 5-6 മാസം അവനൊന്ന് ശ്രദ്ധിക്ക്, എന്തായാലും അവനെ നമുക്ക് പഴയതുപോലെ കിട്ടിയതിൻ്റെ ക്രെഡിറ്റൊക്കെ നിനക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇവൻ സെൻറ്റിമെൻറ്റ്സ് എടുത്ത് ഇവിടെ ഇരുന്നേനെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അനുകൂലിച്ചു, ശരിയാടി, അവൻ്റെ കാര്യം നീ അങ്ങ് നോക്കാൻ, ഇതെല്ലാം അനിയനും കേട്ടിരിപ്പുണ്ട്, എനിക്ക് സന്തോഷം തന്നെ. ഞാൻ പറഞ്ഞു, അതിനെന്താ, അവനെ പഴയ രീതി കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ലേ എന്ന് പറഞ്ഞ് ഞാനങ്ങ് രംഗത്തിറങ്ങി. എല്ലാവരുടെ കയ്യിൽ നിന്നും എനിക്ക് അനുവാദം കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ മുറിയിൽ ഞാൻ കയറി ചെല്ലാൻ തുടങ്ങി. പല കാര്യങ്ങളും ഞാൻ വഴക്ക് പറയും, തുണിയൊന്നും ഇങ്ങനെ ആലാ നടരുത്, എല്ലാം ദേ ഈ ബക്കറ്റിലിടണം എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ ഒത്തിരി നാൾ വരെ നനയ്ക്കാതിരിക്കരുത് എന്നോട് പറയണം. അപ്പോൾ പറഞ്ഞു, ചേച്ചിക്ക് വന്ന് നോക്കരുതോ എൻ്റെ മുറിയിൽ നിന്നും, അല്ല നീ ഇല്ലാത്ത ഞാൻ നിൻ്റെ മുറിയിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടക്കേട് തോന്നില്ലേ, അങ്ങനെയൊന്നുമില്ല, ചേച്ചി ഒന്ന് കയറിക്കോ, ദേ സ്പെയർ കീ ചേച്ചിയുടെ കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറും, എല്ലാം വാരിക്കൊണ്ട് ജോലിക്കാരുടെ കൊടുക്കും. അവൾ എല്ലാം നനച്ചിടും, ചിലപ്പോൾ അവൾ തേക്കും, പിന്നെ പിന്നെ അവളെ കൊണ്ട് തേക്കാൻ ഞാൻ സമ്മതിക്കില്ല, എല്ലാം ഞാൻ തേച്ച് വെക്കും, കംഫർട്ടിൽ മുക്കി. അപ്പോൾ അവൻ വരുമ്പോഴേക്കും എല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ പോലും എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചിട്ടയായി പഠിപ്പിച്ചു തന്നിട്ടില്ല, ചെയ്തു തന്നിട്ടില്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ എന്നേക്കാൾ ലേസി ആയിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ ഇതൊന്നുമല്ല ജീവിതം, കുറച്ച് ചിട്ടയായി ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇനിയും അതീവ സുന്ദരിയായി നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവായി കാണുന്ന ഒരു പെൺകുട്ടി വരും. എനിക്കിനി പെണ്ണും മണ്ണാങ്കട്ടി ഒന്നും വേണ്ട, ഞാനിപ്പോൾ ചേർന്നെന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് മുടിയിഴകളിൽ ഞാൻ തലോടി. ഇനിയും നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, ഇത്രയ്ക്കങ്ങ് ഡെസ്പാകേണ്ട കാര്യമില്ല, അവൾ ലോകത്തിലെ അവസാനത്തെ സുന്ദരിയൊന്നുമല്ലല്ലോ. നിൻ്റെ സൗന്ദര്യത്തിനും നിൻ്റെ കഴിവിനും നിൻ്റെ ലുക്കിനും ഒക്കെ നിനക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സിനിമയുടെയും കല്യാണം കഴിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ആദ്യം നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതും ഇത്രയും സൗന്ദര്യമുള്ള ആണുങ്ങൾ ഈ ഭൂമിയിൽ കാണുമെന്നാണ്. ഒന്ന് പോ ചേച്ചി, എന്നെ വെറുതെ പൊക്കി പറയാതെ ഒന്ന് പോടാ. ദേ നിൻ്റെ ഈ പിക്ചർ മാട്രിമോണിലൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിക്കേ, 1000കണക്കിന് പെണ്ണുങ്ങൾ ഓടി വരും. എനിക്ക് അത്ര സൗന്ദര്യം ഉണ്ടോ ചേച്ചി? പിന്നെ സൗന്ദര്യം ഇഷ്ടം പോലെ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുള്ള ആണുങ്ങളിൽ ഏറ്റവും സുന്ദരൻ നീയാണ് എന്ന് പറഞ്ഞ് ഞാൻ തലയിൽ തലോടിട്ട് പോന്നു. എന്തോ അവനെ സ്പർശിക്കാനൊക്കെ ഒരവസരം കിട്ടി.
കിട്ടിയില്ലേ, അതെൻ്റെ ഭാഗ്യമായി ഞാൻ കരുതി. പിന്നെ അവൻ മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത് ചെല്ലും. ചില സമയത്ത് അവൻ്റെ സൗരഭം അതെന്നെ ആകർഷിച്ചു. യഥാർത്ഥ ആണിന് ഒരു പ്രത്യേക സൗരഭമാണ്. എൻ്റെ ഭർത്താവിന് അങ്ങനൊന്നുമില്ല. ഇവനാണെങ്കിൽ എപ്പോഴും സുഗന്ധം നിറഞ്ഞവനാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പല സമയത്തും പിടിച്ചു നിൽക്കാനായില്ല. ഇടയ്ക്കൊക്കെ ഞാൻ ചില മർദ്ദപ്രയോഗങ്ങൾ കൊണ്ട് അവനെ എൻ്റെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനതൊന്നും മനസ്സിലായില്ല. വളരെ ക്യാഷ്വലായിട്ട് പെരുമാറി. പക്ഷേ ഞാൻ ഡോസ് കൂട്ടി സ്നേഹോപദേശങ്ങൾ അങ്ങ് കൂടുകയായിരുന്നു. അമൃത് കുടത്തിൽ നിന്നും തുളുമ്പി എന്ന് പറഞ്ഞതുപോലെ ഇളകി തുളുമ്പുന്നതായിരുന്നു എൻ്റെ സ്വഭാവം. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഷോ അനിയൻ്റെ ജീവിതം അങ്ങ് കുളമായനെ. ഞാനാണെങ്കിൽ ഇപ്പം അവനെ നന്നായി സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ അവനിപ്പോൾ പഴയതുപോലെ ആയി അമ്മേ എന്നൊക്കെ ഡെയിലി പറയും. അപ്പം അമ്മ പറഞ്ഞു, സത്യം പറഞ്ഞ ആ ചെക്കനാണ് നിനക്ക് സ്യൂട്ട്. എന്തൊരു സൗന്ദര്യം. അമ്മയ്ക്കും അവനെക്കുറിച്ച് നല്ല മതിപ്പാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മായിച്ചിന് ഒരു ആയുർവേദ ചികിത്സ 45 ദിവസം. അപ്പോൾ കൂടെ ആര് പോകും? എൻ്റെ ഭർത്താവ് വെറുതെ ഇരിക്കല്ലേ, അനിയനെ വിടാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി 45 ദിവസം ഞാൻ പോയി നിൽക്കട്ടെ എന്ന്. ഞാൻ പറയാനെന്താ, പോയി നിൽക്കുക. ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഇളക്കവും സാന്ദ്രവുമായി. സത്യമായും ഒരു പുരുഷനെ സ്വന്തമാക്കാൻ എനിക്ക് അതീവ മോഹമുണ്ടായിരുന്നത് അനിയനെ മാത്രമാണ്. അത്രയും സൗന്ദര്യം ഞാൻ ആരിലും കണ്ടില്ല. ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും പലപ്പോഴും അവൻ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ അവൻ്റെ മുറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് ഇത്രയ്ക്കും ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല ചേച്ചി, ചേച്ചി ഇത്തിരി അകന്ന് നിൽക്കുന്ന നല്ലതെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവൻ്റെ മൂക്കിൽ ഒന്ന് പിടിച്ചു, തലയിലും തലോടി, അവൻ്റെ ചെവിയിൽ ഒന്ന് കിള്ളി. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ചേച്ചി ചേച്ചി ഇത്രയും സ്നേഹത്തോടുകൂടി അടുത്ത് പെരുമാറുമ്പോൾ ഒരമ്മയുടെ വാത്സല്യമാണ് എനിക്ക് തോന്നേണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എൻ്റെ മനസ്സിൽ വേറെന്തൊക്കെയോ തോന്നുമെന്ന്. ഞാനിപ്പോൾ ചേർന്ന് നിന്നിട്ട് ചോദിച്ചു, നിനക്ക് വേറെന്താ തോന്നുന്നേ? അതെനിക്ക് പറയാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഞാൻ അവനെ ഒന്ന് നുള്ളിയിട്ട് പറഞ്ഞു, കൊച്ചു കള്ളൻ, എനിക്ക് കാര്യം മനസ്സിലായി. സത്യം ഞാൻ പറയാം, ശരിക്കും നിന്നെ ഞാൻ എടാ ഒന്ന് വിളിക്കേണ്ടതല്ല. എന്നേക്കാൾ നീ മൂത്തതാണ്. പക്ഷേ അനിയൻ്റെ സ്ഥാനമായതുകൊണ്ടാണ് ഞാനങ്ങനെ വിളിക്കുന്നത്. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നീയാണ് എന്നെ പെണ്ണ് കാണാൻ വരുന്നതെന്നാണ്. ഞാൻ അത്രയ്ക്കും ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതാണ്. പിന്നീടാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി. ഉള്ളതാണോ ചേച്ചി? അതേടാ, അങ്ങനെ തോന്നിയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചു. ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും ചെലുത്തിയില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ് ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. പിന്നീട് നിനക്കിങ്ങനെ പ്രശ്നമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ സമാധാനിപ്പിച്ചെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എന്തായാലും നീ എൻ്റെ അനിയൻ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് നീ ദുഃഖിക്കുന്നത് ഒട്ടും താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ നീ റിക്കവർ ആയപ്പോഴാണ് ചേച്ചിക്ക് സന്തോഷമായത്. പിന്നെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഏത് സമയത്താണെങ്കിലും നിനക്ക് തോന്നിയതെല്ലാം എനിക്കും തോന്നിയിട്ടുണ്ട്. സത്യമായും എൻ്റെ ഭാഗ്യമാണ് നിൻ്റെ അടുത്തിരിക്കാൻ പറ്റുന്നത്, നിന്നെ ഒന്ന് തൊടാൻ പറ്റുന്നത്. അത്രത്തോളം ഞാൻ നിൻ്റെ ആരാധികയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ, ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? സത്യമായും എനിക്ക് നിന്നോട് ഒത്തിരി ഇഷ്ടമുണ്ട്. പക്ഷെ ചേച്ചി, ഒരു വട്ടം അതിന് കടന്നു കഴിഞ്ഞാൽ അത് തെറ്റാകില്ലേന്ന് ഞാൻ പറഞ്ഞു. അതിന് നീ അല്ലെങ്കിലും കടക്കേണ്ടി വരും. നിന്നോട് ഞാൻ പല സഹായങ്ങളും ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്ത് സഹായം? എൻ്റെ പൊന്നുമോനെ, നിൻ്റെ ചേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവനോട് വിസ്തരിച്ച് പറഞ്ഞു. സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ സ്നേഹിച്ച് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ പൊന്നുമോനെ, ഒരു ചാറ്റൽ മഴ പോലും, ഒരു കാർമേഘം പോലും അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ദേഹത്ത് വീണ് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞത് യഥാർത്ഥമാണ്. പക്ഷേ എന്തോ അതിൽ എൻ്റെ മോഹം കൂടി ഉണ്ടായിരുന്നു. മോഹക്കരച്ചിൽ എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനെ അംഗീകരിക്കും. അതൊക്കെ തെറ്റല്ലേ ചേച്ചി? ആരെങ്കിലും അറിഞ്ഞാൽ ആരും അറിയാതിരിക്കണം. അറിയാതിരുന്നു കഴിഞ്ഞാൽ തെറ്റുകൾ ഒന്നുമല്ല.
പിന്നെ ഞാനിപ്പോൾ പുറത്തു പോയി തെറ്റ് ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ചിലപ്പോൾ നിന്നോട് ഞാൻ വാവിട്ട് സഹായം ചോദിച്ചേനെ. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് താല്പര്യം, എനിക്ക് താല്പര്യം, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും യഥാവിധം നടക്കണം. നീ കല്യാണം കഴിച്ചു, അതിനൊന്നും ഞാൻ എതിരല്ല. ഞാൻ ഇപ്പോഴും കല്യാണം കഴിക്കില്ല ചേച്ചി. എങ്കിൽ നിന്റെ മനസ്സ് ഫ്രീ ആണല്ലോ. മനസ്സ് മാത്രമല്ല, അപ്പോൾ പിന്നെ എന്തിനാ താമസിക്കുന്നത്? എന്നാലും ചേട്ടൻ അറിഞ്ഞ റിസ്ക് അല്ലേ? നീ റിസ്ക്കും ഒന്നും നോക്കണ്ട. കാര്യം അല്ലാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്ത് പോകേണ്ടി വരും ഇവിടുന്ന്. കാര്യം പുള്ളി ട്രീറ്റ്മെൻറ്റ് പോവുകയോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതല്ലാതെ ഏതെങ്കിലും ടെസ്റ്റിന് വരുമെന്ന് തോന്നില്ല. എല്ലാം നടക്കട്ടപ്പോൾ നടന്നോളും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. ഇനി അഥവാ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലും അതിവിടെ ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ സംഭവമായിട്ട് മാറും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നീ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാനിന്ന് എൻ്റെ വാതിൽ ചാരിയിടുകയുള്ളൂ. ജസ്റ്റ് നേർത്ത വാതിൽ ഞാൻ ചാരിയിടും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ശബ്ദമുണ്ടാക്കാതെ തുറക്കാം. ഞാൻ കാത്തിരിക്കും. അതിൽ നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാനാണ് ഗ്യാരണ്ടി. ഞാൻ മൂലം നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നവന് വാക്ക് കൊടുത്തു. അന്ന് ഞാൻ വാതിൽ ചാരി ഞാൻ 10-12 വരെ അങ്ങനെ കിടന്നു. അവൻ വരുമായിരിക്കുമെന്ന് വിചാരിച്ചു. ഇനിയൊരു 10-30 ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെയില്ല. ആ സമയത്ത് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ അങ്ങേർ വരുമ്പോഴേക്കും പാല് കാച്ചൽ നടത്താം എന്ന് ഞാൻ വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ 12 മണിയായിട്ട് അവൻ വന്നില്ല. എന്തായാലും ഞാൻ ഉറങ്ങുകയാണ്. പക്ഷേ വാതിൽ ഞാൻ കുറ്റിയിടില്ല അടുത്ത 30 ദിവസം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 12-20 ആയപ്പോഴേക്കും ഞാൻ മനസ്സിലാക്കി അവനകത്ത് കടന്നെന്ന്. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു, വരണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ വരാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ നൊടിയിൽ ഞാനത് തിരിച്ചറിഞ്ഞു. അവനേക്കാൾ ആവേശം എനിക്കാണ്. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ടെൻഷനുണ്ട്, തൽക്കാലം റിലാക്സ് ആയിരിക്കൂ. തറക്കല്ലിട്ട് ചാന്തിടുന്നത് വരെ നീ അനങ്ങാതിരിക്കൂ. ആദ്യത്തെ കട്ട വെക്കുമ്പോൾ മാത്രം ചേച്ചി പറയാം, നീ ഇപ്പോൾ റിലാക്സ് ആയിരിക്കൂ. അത്രയ്ക്കും എനിക്ക് നിന്നോട് ആരാധനയാണ്. ആരാധനാ ദീപം ഞാൻ ഇന്നൊഴിയും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിൽ കണ്ടതും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതും എല്ലാം ഓർത്ത് സടകുടഞ്ഞ് സിംഹിണിയെപ്പോലെ ഞാൻ എഴുന്നേറ്റു. അന്ന് എനിക്കായിരുന്നു അവിടെ പ്രാതിനിധ്യം. 1 മണിക്കൂർ ഞാനവന് ലസാഖവും ഉസാഖയും ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരിക്കലും ഞാൻ പ്രേമിച്ച പെണ്ണാണ് എൻ്റെ ഭാര്യയായിട്ട് വന്നത്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചില്ല. ചേച്ചി ഒരു മാന്ത്രിക വിദ്യക്കാരിയാണ്, മായാജാലക്കാരിയാണെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പൂരങ്ങളുടെ പൂരമായിരുന്നു. എനിക്ക് തെറ്റിയിട്ടില്ല. എൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ജോഡി അവൻ തന്നെ. അവനും അത് എൻ്റെ കാതിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ സേഫ് ആയിരിക്കണം. ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ ആ ലക്ഷ്യവും സാധിക്കാൻ നീ എൻ്റെ കൂടെ നിൽക്കില്ലെന്ന് ചോദിച്ചു. എന്തിനു ഞാൻ റെഡിയെന്ന് പറഞ്ഞു. 30 ദിവസങ്ങൾ ഞങ്ങൾക്ക് 30,000 ദിവസങ്ങൾ പോലെയായിരുന്നു. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് തന്ന ദിവസങ്ങൾ. അതിൽ ഒരു ദിവസം പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ മാറ്റിവെച്ചില്ല. അപ്പോഴൊക്കെ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണെന്ന് വെച്ച് നീ മാറി നിൽക്കരുത്. വരൂ വരൂ, എൻ്റെ കയ്യിൽ ഇനിയുമുണ്ട് മായാജാലം. ഈ മായാജാലക്കാരി നിന്നെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല ചേർച്ചയുള്ള ആൾക്കാരായി മാറി. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവസരങ്ങളുള്ളപ്പോൾ മാത്രം മായാജാല കാഴ്ചകൾ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ അവതരിപ്പിച്ചു. പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവൻ ഹസ്ബൻഡിനെ പറഞ്ഞു വിടും. അതിനുവേണ്ടി അവൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു. ഞാൻ പറഞ്ഞു, ചേട്ടാ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്ന്. അത് ഞങ്ങൾക്ക് അവസരമായി മാറുകയായിരുന്നു. പിന്നെ വീട് വലുതാണ്, അതിൻ്റെ വിസ്തൃതി, അതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ ആരും അറിയാതിരിക്കാൻ ഒത്തിരി സഹായിച്ചു. എല്ലാവരും അവരവരുടെ ലോകങ്ങളിൽ കഴിയുകയല്ലേ, അപ്പോൾ ഏറ്റവും സേഫായിരുന്നു. എന്തായാലും മാഡം, ഇപ്പോൾ ഞാൻ വളരെ സന്തോഷാവസ്ഥയിലാണ്. ഞാൻ പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എനിക്ക് കിട്ടി. എല്ലാവരും സന്തോഷമാണ്.
എല്ലാവർക്കും എല്ലാം കൊണ്ടും ഈ ജീവിതം അടിപൊളി എന്ന് തോന്നുന്നു. എൻ്റെ ഭർത്താവിനും ഓക്കെയാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വളകാപ്പ് ഫംഗ്ഷൻ പോലും നടന്നു കഴിഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തിലാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രിക്കുകൾ വേണ്ടിവരും. അവിടെ ബുദ്ധി ഉപയോഗിക്കണം, അല്ലാതെ സെൻറ്റിമെൻറ്റ്സ് അല്ല വേണ്ടതെന്ന് ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി. ഈ സംഭവം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ചാനൽ കാണുന്നത്. അന്നേ ഓർത്തതാണ് എൻ്റെ അനുഭവം പങ്കുവെക്കണമെന്ന്. ഞാൻ കാണിച്ചത് എന്തെങ്കിലും മഹത്തായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ കൂടിയും എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ കാര്യം തന്നെയാണ്. അത് ഞാൻ ഇനിയും സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അവൻ ഇനി കല്യാണം കഴിക്കുകയാണെങ്കിലും അതും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മാഡം പലപ്പോഴും പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കുളമാക്കാൻ ഞാനില്ല. എല്ലാം ഞാൻ മാനേജ് ചെയ്യും മാഡം. താങ്ക് യു മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്നോട് താങ്ക് യു എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കഥ ഷെയർ ചെയ്തതുകൊണ്ട് ഞാൻ വായിച്ചു. ഇതിലെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുക. ഇവർ അവകാശപ്പെടുന്ന പോലെ ഇത് നല്ല കാര്യമാണോ, അല്ലെങ്കിൽ കംഫർട്ടബിളായ കാര്യമാണോ, അതോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുകൂലിക്കുന്നില്ലോ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലിട്ട് ഒന്ന് മനനം ചെയ്യൂ.